ക്ഷോഭിച്ച ബാല്യത്തിൽ നിന്ന് ശാന്തമായ യൗവനത്തിലേക്ക് നമ്മുടെ സ്വന്തം ക്ഷീരപഥത്തിന്റെ പരിണാമകഥയെക്കുറിച്ച് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് നൽകുന്ന പുതിയ കണ്ടെത്തലുകൾ നമുക്ക് പരിശോധിക്കാം. താരാപഥങ്ങൾ എങ്ങനെയാണ് കാലക്രമേണ വളർന്നു വലുതാകുന്നതെന്നത് ജ്യോതിശാസ്ത്രത്തിലെ പ്രധാന ചോദ്യങ്ങളിലൊന്നാണ്. ഇതിന് ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. കോടിക്കണക്കിന് വർഷങ്ങളായി താരാപഥങ്ങൾ എങ്ങനെയാണ് നക്ഷത്രങ്ങളെ ശേഖരിച്ച് വളരുന്നതെന്നതിനെക്കുറിച്ചാണ് ഗവേഷകർ ഇപ്പോഴും പഠിക്കുന്നത്. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിന്റെ JWST പുതിയ നിരീക്ഷണങ്ങൾ പ്രപഞ്ചത്തിന്റെ ആദ്യകാലങ്ങളിൽ തന്നെ നിലവിലുണ്ടായിരുന്ന ഭീമാകാരമായ താരാപഥങ്ങളെക്കുറിച്ച് കൂടുതൽ നിഗൂഢതകൾ നൽകുന്നു. നമ്മുടെ സ്വന്തം ക്ഷീരപഥം കാലക്രമേണ എങ്ങനെ സ്വയം നിർമ്മിച്ചു എന്നറിയുന്നത് ഈ വലിയ കോസ്മിക് പസിലിലെ നിർണായകമായ ഒരു ഭാഗമാണ്. യോർക്ക് യൂണിവേഴ്സിറ്റിയിലെ വിവിയൻ ടാന്റെ പുതിയ പഠനം ക്ഷീരപഥം അതിന്റെ ആദ്യഘട്ടങ്ങളിൽ നിന്ന് ഇന്നത്തെ സുഘടിതമായ രൂപത്തിലേക്ക് എങ്ങനെ പരിണമിച്ചു എന്നതിന്റെ ഏറ്റവും വിശദമായ പുനർനിർമ്മാണമാണ് നൽകുന്നത്. വിവിയൻ ടാനും സഹപ്രവർത്തകരും 877 ഫീറ്റ് ക്ഷീരപഥത്തിന്റെ ഇരട്ടകളെ അഥവാ മിൽക്കി വേ ട്വിൻസ് പരിശോധിച്ചു. ഇവ നമ്മുടെ താരാപഥത്തിന് അതിന്റെ വ്യത്യസ്ത പ്രായങ്ങളിൽ എങ്ങനെയിരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്നതിന് തുല്യമായ താരാപഥങ്ങളാണ്. കൂടുതൽ അകലെയുള്ള അതുകൊണ്ടുതന്നെ പ്രായം കുറഞ്ഞ ഈ താരാപഥങ്ങളെ നിരീക്ഷിച്ച് ഗവേഷകർ നമ്മുടെ താരാപഥത്തിന്റെ ജീവിതത്തിന്റെ ഒരു സമയരേഖ തയ്യാറാക്കി. ഈ പഠനത്തിൽ ഉൾപ്പെട്ട താരാപഥങ്ങൾ പ്രപഞ്ചത്തിന് 1.5 ബില്യൺ വർഷം മാത്രം പ്രായമുള്ള കാലം, ഏകദേശം 12.3 ബില്യൺ വർഷം മുൻപ് മുതൽ 10 ബില്യൺ വർഷം പ്രായമുള്ള കാലം വരെയുള്ളവയാണ്. ഈ ഗവേഷണത്തിനായി ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിൽ നിന്നും ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിൽ നിന്നുമുള്ള ഉയർന്ന റെസല്യൂഷനുള്ള ചിത്രങ്ങൾ ടീം സംയോജിപ്പിച്ചു. JWSTയുടെ അസാധാരണമായ വ്യക്തത ഓരോ താരാപഥത്തിലെയും നക്ഷത്രപിണ്ഡത്തിന്റെയും നക്ഷത്ര രൂപീകരണ പ്രവർത്തനങ്ങളുടെയും വിശദമായ മാപ്പുകൾ സൃഷ്ടിക്കാൻ ഗവേഷകരെ സഹായിച്ചു. ഇതിലൂടെ താരാപഥങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വളരുന്നു എന്ന് കണ്ടെത്തി. ഏറ്റവും പ്രായം കുറഞ്ഞ ക്ഷീരപഥത്തിന്റെ ഇരട്ടകളിൽ ഇടതൂർന്ന ഒതുങ്ങിയ കേന്ദ്രഭാഗങ്ങൾ കാണപ്പെടുന്നു. കാലക്രമേണ അവയുടെ പുറംഭാഗങ്ങൾ വേഗത്തിൽ വളരുകയും നക്ഷത്ര രൂപീകരണത്തിന്റെ പ്രധാന സ്ഥലങ്ങളായി മാറുകയും ചെയ്യുന്നു. ഈ ക്രമാനുഗതമായ പുറത്തേക്കുള്ള വികാസമാണ് ഇന്നത്തെ താരാപഥങ്ങളിൽ നാം കാണുന്ന നീണ്ട സർപ്പിളാകൃതിയിലുള്ള ഘടനകൾക്ക് രൂപം നൽകുന്നത്. ഈ പഠനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ ചെറുപ്പമായിരുന്ന ക്ഷീരപഥത്തിന് സമാനമായ താരാപഥങ്ങൾ പ്രായം കൂടിയവയെ അപേക്ഷിച്ച് വളരെ പ്രക്ഷുബ്ധമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയത് എന്നതാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ താരാപഥങ്ങൾക്ക് താറുമാറായ രൂപങ്ങളും താരാപഥങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടികളുടെയും ലയനങ്ങളുടെയും ലക്ഷണങ്ങളും കാണാൻ കഴിഞ്ഞു. എന്നാൽ കാലക്രമേണ ക്ഷീരപഥത്തിന്റെ ഇരട്ടകൾ കൂടുതൽ സ്ഥിരതയുള്ളതും സുഗമവുമായ ഘടനയിലേക്ക് മാറുകയും പ്രധാനപ്പെട്ട കൂട്ടിയിടികളുടെ ലക്ഷണങ്ങൾ കുറയുകയും ചെയ്തു. ഈ പഠനം നമ്മുടെ ക്ഷീരപഥത്തിന്റെ പ്രക്ഷുബ്ധമായ ഭൂതകാലത്തെക്കുറിച്ചും അതെങ്ങനെ ഇന്നത്തെ രൂപത്തിൽ എത്തിച്ചേർന്നു എന്നതിനെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ച നൽകുന്നു. കൂടുതൽ ജ്യോതിശാസ്ത്ര വാർത്തകൾക്കായി ഞങ്ങളോടൊപ്പം ചേരുക. നന്ദി.